ഇത് JJRC C8815 എന്ന് പറയുന്നൊരു മോഡൽ വില്ലീസാണ്. ഇത് മേടിച്ച് എവിടെ നിന്നാണ്, ഇതിന് എത്ര രൂപയാണെന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം. ഇത് മേടിച്ചത് തൃപ്പൂണിത്തറയിലുള്ള ഫ്രിസ്ബി എന്ന് പറയുന്ന ഷോപ്പിലാണ്. ഇതിൻ്റെ വില 7199 രൂപ വിത്ത് വിഞ്ച് കനോപ്പി. ഇത് പുതിയൊരു അവിടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. അപ്പം ഈ ഓഫർ വന്നപ്പോൾ തന്നെ ഞാൻ പോയി മേടിച്ചു. നമ്മൾ ഈ വണ്ടി മേടിക്കും, നമ്മുടെ ആ ബോക്സിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വണ്ടി, ഇതാ ഈ ഒരു റിമോട്ട്, പിന്നെ ഈ ഒരു കനോപ്പി, ചാർജർ, പിന്നെ ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവറും 2 സ്ക്രൂവും, ബാറ്ററി നമ്മുടെ ഈ ബോണറ്റിനകത്ത് തന്നെ ഉണ്ട്. ഒരു 500 mAh 7.4 വോൾട്ട് ലിഥിയം അയണിൻ്റെ ബാറ്ററിയാണ്. ഡീറ്റെയിലിങ്ങിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഈ മോഡലിൽ അവർ ചെയ്തിട്ടില്ല. ഒരു ഒറിജിനൽ വില്ലീസ് നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അതേപടി തന്നെയാണ് അവർ ഉണ്ടാക്കിയേക്കുന്നത്. മാക്സിമം ഒരു 99% അവരതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ട്. ഡീറ്റെയിലിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഡീറ്റെയിലിങ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഫോൾഡബിൾ ആയിട്ടുള്ള ഈ ഗ്ലാസ് വെച്ചിരിക്കുന്നത്. കനോപ്പി വെക്കാനായിട്ട് ഒരു കുറച്ച് 2 കമ്പി ഇവിടെ കൊടുത്തിട്ടുണ്ട്. കനോപ്പി ഇതിൻ്റെ മണ്ടയിൽ വെക്കാനായിട്ടാണ് ഫോൾഡബിൾ ആയിട്ടുള്ള ഗ്ലാസ്. പിന്നെ ഗ്ലാസിൻ്റെ ഫ്രെയിമും, സ്റ്റിയറിങ് വണ്ടിയുടെ വീല് തിരിയുമ്പോൾ സ്റ്റിയറിങ്ങും തിരിയും. പിന്നെ സൈഡിൽ ഒരു ഷവൽ, ഒരു ആക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെർച്ച് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 2 വർക്കിംഗ് ആയിട്ടുള്ള ഹെഡ് ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, വിഞ്ചിൻ്റെ കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞത് വർക്കിംഗ് ആയിട്ടുള്ളൊരു വിഞ്ചാണ്. ഈ സൈഡിൽ അങ്ങനെ കാര്യമായിട്ട് വേറെ ആക്സസറീസോ കാര്യങ്ങളൊന്നുമില്ല, പ്ലെയിനായിട്ട് തന്നെയാണ്. ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പിന് ടയർ, ഒരു ജെറിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. വേറെ വണ്ടി കെട്ടി വലിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള ഒരു ചെറിയൊരു ഹുക്ക് പോലെ സംഭവം കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഓപ്ഷനിലായിട്ട് ജെറിക്കാൻ വെക്കാനായിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ കുറച്ച് പിടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പിടിയുണ്ട്, ഇവിടെ ഒരു പിടിയുണ്ട്. നമ്മൾ കനോപ്പി കെട്ടി വെക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇൻറ്റീരിയറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അയ്യോ യാതൊരു രക്ഷയില്ല. കാരണം ഒറിജിനൽ വണ്ടിയിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ 1, 2, 3 ഗിയർ ലിവറുണ്ട്. ഇത് നമ്മുടെ മെയിൻ ഗിയർ ലിവർ. ഇത് 4 വീൽ ഡ്രൈവ് എൻഗേജ് ചെയ്യാനായിട്ടുള്ള 2 ഗിയറാണ്. ഹൈയും ലോയും ആക്കാനുള്ളതും ട്രാൻസ്ഫർ കേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള 2 ലിവർ കൊടുത്തിട്ടുണ്ട്. മീറ്റർ കൊടുത്തിട്ടുണ്ട്, സ്പീഡോ മീറ്റർ, ഓയിൽ പ്രഷർ, ബാറ്ററിയുടെ ചാർജ്, എൻജിൻ ടെമ്പറേച്ചർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വണ്ടിയുടെ മാനുഫാക്ചറിങ് ഇയറും വണ്ടിയുടെ എൻജിൻ നമ്പർ, ചേസ് നമ്പർ, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മുടെ വണ്ടിയുടെ മെയിൻ കാര്യം, വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു 4 വീൽ ഡ്രൈവാണ്, ഫുൾ ടൈം 4 വീൽ ഡ്രൈവാണ്. ഡിഫറൻഷ്യൽസ് ഒന്നുമില്ല, ജസ്റ്റ് ക്രൗൺ പിനിയൻ, ഫിക്സ് ആയിട്ടുള്ള ക്രൗൺ പിനിയനാണ് കൊടുത്തിരിക്കുന്നത്. വണ്ടി 2 സോളിഡ് ആക്സിലാണ് വണ്ടി മൂവ് ചെയ്യുന്നത്. ഫ്രണ്ടിലും ബാക്കിലും 2 സോളിഡ് ആക്സിൽസാണ്. മെറ്റലിൻ്റെ ഒരു ചേസ് കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ 4 വീൽ ഡ്രൈവ് പോകുന്നത് മോട്ടറിൽ നിന്നും ട്രാൻസ്ഫർ കേസ് വഴി, മോട്ടർ, ഗിയർ ബോക്സ്, ട്രാൻസ്ഫർ കേസ് വഴി 2 പ്ലാസ്റ്റിക് ഡ്രൈവ് ഷാഫ്റ്റ് പോകുന്നുണ്ട്. നേരെ നമ്മുടെ ആക്സിലേക്ക് പോകുന്നു. ആക്സിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് 2 പ്ലാസ്റ്റിക്കിൻ്റെ ലീവ് സ്പ്രിങ്ങിനാണ്. ലീവ് സ്പ്രിങ് മെറ്റലല്ല, പ്ലാസ്റ്റിക്കാണ്. പിന്നെ 2 ഷോക്ക് അബ്സോർബ്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പക്ക ക്രൗളറല്ല, ഇതൊരിക്കലും ഒരു ക്രൗളറാണെന്ന് ഞാൻ പറയത്തില്ല. ജസ്റ്റ് ട്രയൽ റണ്ണിന് മാത്രം ഈ വണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഓഫ് റോഡ്, ചെറിയ ഓഫ് റോഡുകൾ പോകുന്നതിലും വലിയ പ്രശ്നം ഉണ്ടാകില്ല. കാരണം ഇതിന് ഷോക്ക് അബ്സോർബുകളെല്ലാം നല്ല ഹാർഡാണ്. നമുക്കറിയാം, ജീപ്പ് എന്ന് പറഞ്ഞാൽ ജീപ്പിൻ്റെ ഷോക്ക് അബ്സോർബുകൾ ഒട്ടും സോഫ്റ്റ് അല്ല, നല്ല ഹാർഡാണ്. കാരണം അതിന് ലോഡ് കയറ്റി പോകാനായിട്ടും കൂടെ ഉള്ളൊരു ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് ലീവ് സ്പ്രിങ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു എങ്ങനെയാണോ ഒരു ഒറിജിനൽ ജീപ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇതിലും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സസ്പെൻഷനൊക്കെ കുറച്ച് ഹാർഡാണ്. 1/10 സ്കെയിലാണ് ഈ വണ്ടി വരുന്നതെന്നാണ് നമ്മുടെ ഈ ഒരു ബോക്സിലൊക്കെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ പോലും ഇതൊരു 1/12 സ്കെയിൽ വണ്ടിയുടെ സൈസേ ഉള്ളൂ. നമ്മുടെ ഡിഫൻഡർ 1/12 സ്കെയിലാണ്. ഈ ഡിഫൻഡറിൻ്റെ ഏകദേശം സെയിം സൈസ് തന്നെയാണ് ഈ 1/10 സ്കെയിലിൽ വരുന്ന ഈ ഒരു വില്ലീസും ഉള്ളത്. എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും ഡീറ്റെയിലിങ് ഉള്ളൊരു വണ്ടി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെ നിന്നും കിട്ടുമെന്ന്. വേറെ ബ്രാൻഡ് ഇങ്ങനെ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിയത്തുമില്ല. കാരണം ഒരു FMSൻ്റെ ഒക്കെ ഒരു വില്ലീസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല റേറ്റ് ആവും, 20,000 രൂപയ്ക്ക് മുകളിലൊക്കെ ആവും. അതേസമയമാണ് ഈ ഒരു 7,000, 7,500 രൂപ, 7,200 രൂപയ്ക്കൊക്കെ ഇതുപോലൊരു ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് അവർ ഈ വണ്ടി ചെയ്തിരിക്കുന്നത്. റിമോട്ടിലെ കൺട്രോൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫ്രണ്ട്, ബാക്ക്, സ്റ്റിയറിങ്, പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ ട്രിം, നമ്മുടെ അലൈൻമെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. പിന്നെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് ലൈറ്റ്
ഹെഡ്ലൈറ്റ് ഫുൾ ടൈം ഓൺ ആയിരിക്കും, അതായത് നമുക്കത് ഓഫ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഇല്ല. ഞാൻ കാണിച്ചു തരാം. റിമോട്ട് ഓൺ ആക്കുക. ഇതാണ് റിമോട്ട് ഓൺ ഓഫ് ചെയ്യുന്ന ബട്ടൺ. ഇതാണ് പെയറായി ഇങ്ങനെ തന്നെ നിൽക്കും. ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, അങ്ങനൊരു ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ബാറ്ററി കുറച്ചുകൂടെ സേവ് ചെയ്യായിരുന്നു, ബാറ്ററിയുടെ ചാർജ് കുറച്ചുകൂടെ സേവ് ചെയ്യായിരുന്നു. കാരണം ഇതൊരു 500 mAh ഒരു ബാറ്ററിയാണ്, 7.4 വോൾട്ട് 500 mAh ഒരു ബാറ്ററി. അത് എത്ര നേരം ലാസ്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. നമ്മുടെ ബോണറ്റിനകത്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് 500 mAh ഒരു ബാറ്ററി. ബോണറ്റടയ്ക്കാം. ഈ ഒരു സംഭവം ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് നല്ലതായിരുന്നു. പിന്നെ ഇതിൽ ലൈറ്റിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തേക്കുന്നത് ഈ ഒരു സെർച്ച് ലൈറ്റ്, ഇതൊരു ചെറിയൊരു സെർച്ച് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഓണും ഓഫും ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ലൈറ്റിൻ്റെ ഒരു കൺട്രോളാണിത് കേട്ടോ. ഇത് ഓണ്, അത് തന്നെ ഞെക്കി കഴിഞ്ഞാൽ അത് ഓഫ്, അത്രേ ഉള്ളൂ. പിന്നെ വർക്കിംഗ് ആയിട്ടുള്ളൊരു വിഞ്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇതാ കാണിച്ചു തരാം. വിഞ്ചിൻ്റെ ഓപ്ഷനാണിതാ ഇത്, റിട്രാക്റ്റും റിലീസും. ഈ 2 സ്വിച്ചാണ് വിഞ്ചിൻ്റെ. റിലീസ് എന്ന് പറഞ്ഞാൽ വിഞ്ച് റിലീസ് ചെയ്യുക. റിലീസാവും. റിട്രാക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് വലിക്കും. അങ്ങനെ ഒരു ഓപ്ഷനും ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൺ ഓഫ് സ്വിച്ച്, റിമോട്ട് ഓഫായി. റിമോട്ട് ഓഫായി കഴിഞ്ഞാൽ വണ്ടിയുടെ പെയറിങ് നഷ്ടപ്പെടും. അതുകൊണ്ട് ഹെഡ്ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. വണ്ടി ഓഫ് ചെയ്ത് വെക്കാം, ബാക്കി കാര്യങ്ങൾ പറയാം. പിന്നെ ഈ വണ്ടിയിൽ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്, ഇതുവരാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് തോന്നുന്ന ഒരു ഡീറ്റെയിലിങ്ങിൻ്റെ അങ്ങേയറ്റത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇതുപോലൊരു സംഭവം ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അകത്ത് ഒരു റേഡിയേറ്റർ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഒരാ ഡീറ്റെയിലിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്തു വെച്ചേക്കുന്ന ഓരോ പരിപാടികളെ. എനിക്ക് വേറെ ആരും ഇത് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. വേറെ റിവ്യൂസ് ഒന്നും ഞാൻ നോക്കിയിട്ട് ഞാൻ ഈ സംഭവം അവരൊന്നും പറയുന്ന കേട്ടിട്ടില്ല ഇങ്ങനൊരു സംഭവം. എന്തായാലും ഈ ഒരു റേഞ്ചിൽ നിങ്ങളിപ്പോൾ ഇത് ഓടിച്ചുകൊണ്ട് നടക്കാനായിട്ട് വലിയ താല്പര്യമില്ല എന്നുള്ള ഷോക്കേസിലൊക്കെ വെക്കണമെന്നാണെങ്കിൽ പോലും ഇത്രയും ലുക്കുള്ളൊരു വണ്ടി ഈ ഒരു റേഞ്ചിൽ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു ഡീലാണ്. ഉറപ്പായിട്ടൊരു ഡീലാണ്, നല്ലൊരു ഡീലാണ്. അപ്പം എന്തായാലും JJRC വില്ലീസ് ജീപ്പ് ടൈപ്പ് വണ്ടികൾ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ജീപ്പ് മോഡൽ വണ്ടികൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാൻ പറ്റുന്നൊരു മോഡലാണ് ഈ JJRCയുടെ C8815 എന്ന് പറഞ്ഞൊരു മോഡൽ. ഇതിപ്പം ഫ്രിസ്ബിയുടെ ആ ഷോപ്പിൽ 7200 രൂപ ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ വിഞ്ച്, കാനോപ്പി എല്ലാം ഉൾപ്പെടെ 7200 രൂപ മാത്രമേ ഉള്ളൂ. നല്ലൊരു ഡീലാണ്. ലിമിറ്റഡ് സ്റ്റോക്കാണെന്നാണ് ഞാൻ അറിഞ്ഞത്. വണ്ടി മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവുക, അവിടെ പോയി മേടിച്ചാൽ മതി. നല്ല സർവീസുമാണ്. തൃപ്പൂണിത്തറയിലുള്ള പേട്ട ജംഗ്ഷനിലുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. അപ്പം എന്തായാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ കൂടുതൽ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വില്ലീസും നമ്മുടെ ഡിഫൻഡറും രണ്ടുപേരെയും വെച്ച് കുറച്ച് ട്രിപ്പുകളൊക്കെ ചെറിയ ട്രയൽസൊക്കെ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഡിഫൻഡറിനെ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യാനായിട്ടുണ്ട്. വണ്ടിയുടെ കളറ് വൈറ്റാണ്. അപ്പം വൈറ്റ് ഒന്ന് മാറ്റണമെന്നുണ്ട്. പെട്ടെന്ന് ചെളി പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് കളറൊന്ന് ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. അപ്പം കളർ ചേഞ്ചിങ്ങിൻ്റെ വീഡിയോസും ഉടനെ വരുന്നതാണ്, മോഡിഫിക്കേഷനൊക്കെ വരുന്നതാണ്. പിന്നെ കുറച്ച് അപ്ഗ്രേഡുകളും ആ വണ്ടിയിൽ ചെയ്യാനായിട്ടുണ്ട്. അപ്പം അതെല്ലാം ചെയ്യുന്നൊരു വീഡിയോ എന്തായാലും ഉടനെ വരുന്നതാണ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.